തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഇപ്പോൾ വാർത്താ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറിൽ സുഗതൻ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ കൗൺസിൽ എടുക്കാൻ പോകുന്ന തീരുമാനം? മേയർ വി രാജേഷ് ഈ അവധി അപേക്ഷ സംബന്ധിച്ച് അത് അംഗീകരിക്കും, അതൊരു അവകാശം എന്ന നിലയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതിനുള്ള അധികാരം മേയർക്കുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇനി പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ? അങ്ങനെ ഒരു ചട്ടം ഇപ്പോൾ മേയർ ചെയറിലേക്ക് എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷും മറ്റ് കൗൺസിൽ അംഗങ്ങൾ നേരത്തെ എത്തിയിരുന്നു. നടപടിക്രമങ്ങളിലേക്ക് കൗൺസിൽ യോഗം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ കൗൺസിൽ അംഗങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യം അനുശോചന പ്രമേയമാണ്. ദക്ഷിണേന്ത്യയുടെ ഗാനഗോകുലം എസ് ജാനകി ഓർമ്മയായി. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയും കേരള സർക്കാരിന്റെ ബഹുമതി 11 തവണയും തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികളും നേടി സംഗീത ലോകത്ത് മായാത്ത മുദ്ര പതിപ്പിച്ച കലാകാരിയായിരുന്നു ജാനകിയമ്മ. പ്രിയപ്പെട്ട ജാനകിയമ്മയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഈ കൗൺസിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. വയനാട് ജില്ലയിലെ കള്ളാടി ആനക്കാംപൊയിൽ തുരങ്ക പാതാമുഖമായ മീനാക്ഷിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, മുൻ MLA TPM സാഹിർ, ഊരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി, പ്രകൃതി ദുരന്തങ്ങൾ മരണമടഞ്ഞവർ, കൂടാതെ ഇക്കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തിത്വങ്ങൾ എന്നിവർക്കും ഈ സഭ അനുശോചനം രേഖപ്പെടുത്തുന്നു. യോഗ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. സെൻസസ് നടന്നു വരികയാണ്. അതിൽ കേരളത്തിൽ ഏറ്റവും വലിയ കോർപ്പറേഷൻ നമ്മുടെ കോർപ്പറേഷനാണ്. നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി, അദ്ദേഹം ചാർജ് എടുത്തിട്ട് ആദ്യത്തെ കൗൺസിൽ യോഗത്തിലാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹമായിരുന്നു ഈ സെൻസസിന്റെ അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ. അതോടൊപ്പം തന്നെ നമ്മുടെ 5 പ്രധാനപ്പെട്ട HODമാർ ഈ സെൻസസിന് നേതൃത്വം കൊടുത്തിരുന്നു. ചാർജ് 1 ജില്ലാ എംപവർമെന്റ് ഓഫീസർ സഖി, 2 അക്കൗണ്ട്സ് ഓഫീസർ വിജയകുമാർ, 3 DCS മണികണ്ഠൻ, 4 കൗൺസിൽ സെക്രട്ടറി ഷൈനി, 5 റവന്യൂ ഓഫീസർ അനിൽകുമാർ. കേരളത്തിൽ 6 കോർപ്പറേഷനുകളിൽ ഏറ്റവും ആദ്യം സെൻസസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഈ കൗൺസിൽ യോഗം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ 22 വാർഡുകളുടെ ചാർജ് ഉണ്ടായിരുന്ന കൗൺസിൽ സെക്രട്ടറി ഷൈനി, അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ, കേരളത്തിൽ തന്നെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച കൗൺസിൽ സെക്രട്ടറി ഷൈനിയെയും ഈ യോഗം അഭിനന്ദിക്കുകയാണ്. ഷൈനിയെ ഡയസിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. ഈ സ്ഥാനം ഓഫ് ചെയ്ത് വേണ്ട, ഓഫ് ചെയ്ത്
ഒരു കാര്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടാണ്. ഈ കൗൺസിൽ യോഗം നടന്ന് മുന്നോട്ട് പോകുന്ന ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് ഈ കൗൺസിലേഴ്സ് ഇരിക്കുന്ന കൗൺസിൽ ഹാൾ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാം. കൗൺസിലർ നടക്കുന്ന സമയത്ത് കൗൺസിലർമാരുടെ ഈ ഹാളിനുള്ളിൽ കയറി വിഷ്വൽ എടുക്കുന്നതും റിപ്പോർട്ടിങ്ങും ഒഴിവാക്കണം എന്ന് കൗൺസിൽ യോഗത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഫോട്ടോഗ്രാഫർമാർ കോർപ്പറേഷന്റെ ഔദ്യോഗിക രേഖകളിൽ ആവശ്യമുള്ള ഫോട്ടോകൾ എടുക്കുവാൻ വേണ്ടി കോർപ്പറേഷന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ ഒഴികെയുള്ള ബാക്കി എല്ലാവരും നിങ്ങളുടെ പ്രവർത്തനത്തിനായി പരമാവധി കൗൺസിൽ ലോഞ്ച് ഉൾപ്പെടെയുള്ള ബാൽക്കണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഓൺലൈൻ മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ കൗൺസിലേഴ്സ് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും ഫോൺ മുഖാന്തരം ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. ബ്യൂറോ ചീഫുമാരെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ അജണ്ടകളിലേക്ക് കടക്കുകയാണ്. ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം അജണ്ട നമ്പർ 15 15/7/2026 നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മുടെ ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്ന സമയത്തും അതിനു മുൻപും നമ്മുടെ ഈ നഗരസഭാ മന്ദിരത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ള ആവശ്യം കൗൺസിൽ യോഗത്തിലും അല്ലാതെയുള്ള സംഭാഷണങ്ങളിലും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച കഴിഞ്ഞ 6 മാസമായി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 15/7/2026 സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തത്. അന്ന് ആലോചിച്ചതനുസരിച്ച് 2000 മുതൽ നമ്മുടെ കോർപ്പറേഷനുമായി വിവിധ കാര്യങ്ങൾക്ക് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആർക്കിടെക്ട് അസോസിയേഷന്റെ നാഷണൽ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ ബി സുധീർ ആർക്കിടെക്ട്, അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ലഭ്യമായ വിവരങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള കുറച്ച് രേഖകൾ തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തയ്യാറാക്കി സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിച്ച കാര്യങ്ങൾ ഇവിടെ നമ്മുടെ കൗൺസിൽ അംഗങ്ങളുടെ ശ്രദ്ധയിലേക്കായി അവരുടെ വിലയിരുത്തലിനായിട്ട് പ്രാഥമികമായിട്ട് സമർപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത ചർച്ചകളിലേക്ക് പോകാം.